നമസ്കാരം. ഞാൻ പരിചയപ്പെടുത്തുന്നത് സഹറ എന്ന എൻ്റെ നോവലാണ്. ഇത് ഞാൻ എഴുതിയിട്ടുള്ള എൻ്റെ 5ാമത്തെ നോവലാണിത്. എൻ്റെ എഴുത്തു ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത് ഈ പുസ്തകമാണ്. ഇത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷിലേക്കും അറബിയിലേക്കുമൊക്കെ തർജ്ജമ ചെയ്യപ്പെടുകയും ആ ഭാഷകളിലൊക്കെ ഇത് വളരെ ശ്രദ്ധേയമാവുകയും ധാരാളം നിരൂപണങ്ങൾ ആനുകാലികങ്ങളിലൂടെയൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് DC ബുക്സ് ആണ്. ഇതിൻ്റെ 19 എഡിഷനുകൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട്. സൈഗതം ബുക്സ് ഉൾപ്പെടെയുള്ള മറ്റു പ്രസാധകരും അവസാനമായി ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നും വളരെ ശ്രദ്ധയോടുകൂടി വായിക്കപ്പെടുകയാണ്. വളരെ കരുതലോടെ ഏറെ ശ്രമകരമായി പണിപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ തരത്തിലൊരു നോവൽ രചിച്ചിട്ടുള്ളത്. അറേബ്യയിലെ UAE ഗോത്രവർഗക്കാരുടെ ഇടയിൽ പോയി മാസങ്ങളോളം താമസിച്ച് അവരുടെ ജീവിതവും അവരുടെ കലയും അവരുടെ സംസ്കാരവും അവരുടെ ഭക്ഷണവും അവരുടെ ജീവിത രീതികളൊക്കെ മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ട് അതിനുശേഷമാണ് ഞാൻ ഈ നോവലിന് രൂപം കൊടുത്തത്. ഈ തരത്തിലൊരു കഥാതന്തു വളരെ കാലങ്ങൾക്ക് മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഇത് എഴുതാനുള്ള പരിശ്രമം ഞാൻ വളരെ ഹോംവർക്ക് നടത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ സക്കറിയയാണ്. അദ്ദേഹത്തിൻ്റെ അവതാരികയിൽ പറയുന്നത് ഇന്ത്യയുടെ പ്രാദേശിക ഭാഷകളിൽ ആദ്യമായി ഇറങ്ങുന്ന ഒരു ഇൻഡോ അറബ് നോവലാണ് സഹറ എന്നാണ്. ഇൻഡോ അറബ് കൾച്ചറിനെ കുറിച്ച് മറ്റൊരു പുസ്തകവും ഇറങ്ങിയിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ അവതാരികയിൽ പറയുന്നുണ്ട്. വളരെ ശ്രദ്ധേയങ്ങളായ പല അവാർഡുകളും ഇതിനോടകം ഈ പുസ്തകത്തിന് ലഭിച്ചിട്ടുണ്ട്. അബുദാബി മലയാളി സമാജത്തിൻ്റെ അവാർഡ്, അതുപോലെ തന്നെ തകഴി സ്മാരക അവാർഡ്, അറേബ്യ അക്ഷരശ്രീ പുരസ്കാരം തുടങ്ങിയിട്ടുള്ള കുറേ അധികം അവാർഡുകൾ ഈ പുസ്തകത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്നും വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്.